അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആ പുതിയ വീട്ടിൽ നിന്ന് എല്ലാവരും പിരിയുകയാണ്. അത് ഐഷുമ്മക്ക് പോകാൻ കൊതിയൊന്നുമില്ല. എന്നാലും പറഞ്ഞു, മോളെ ഫസീല. ആ ഉമ്മ എന്താ? അതെ, ഫസീല തികച്ചും മാറിയിട്ടുണ്ട്. ഒരിക്കലും പഴയ ഫസീലയേ അല്ല. ആ ധിക്കാരിയായ അഹങ്കാരിയായ ഫസീലയല്ല ഇപ്പോൾ. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന നല്ലൊരു പെണ്ണായി മാറിയിരിക്കുകയാണ് ഫസീല. ശരിക്കും അതെ ഉമ്മ. മോളെ, പിന്നെ ഞങ്ങൾ പോവാണ് മോളെ. ഉമ്മ, നിങ്ങൾ പോവാണോ? നിങ്ങൾ പോയാൽ രസമില്ല ഉമ്മ. മോളെ, മോളുടെ ഉമ്മയും ഉപ്പയും അനിയനൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഉമ്മ. എന്നാലും നിങ്ങൾ ഉണ്ടാവുമ്പോൾ അതൊരു വല്ലാത്തൊരു... മോളെ ശരിയാണ്, ഇനിയിപ്പോൾ പുത്തൻ വീട് തറവാട് അങ്ങനെ അടിച്ചിടാൻ പറ്റൂലല്ലോ. നിങ്ങളെ ബാപ്പ മരിച്ചിറങ്ങി പോയതല്ലേ അവിടുന്ന്. അതുകൊണ്ട് തന്നെ അവിടെ ദിക്റും സലാത്തും ഖുർആനൊന്നും ഇല്ലാഞ്ഞാലേ അതൊരു സുഖമില്ല. അതിപ്പോൾ 2 ദിവസം ഒന്ന് അടിച്ചിടുകയെന്ന് വെച്ചാൽ എനിക്ക് വല്ലാത്ത വേദനയാണ്. കാരണം അവിടെ നമുക്ക് ഖുർആൻ നിസ്കാരം ഇല്ലാഞ്ഞാൽ പറ്റൂലല്ലോ. അതാണ് എനിക്കൊരു പൊറുതിയേട്. ഏതായാലും ഇവിടെ എൻ്റെ മോള് നല്ല മട്ടത്തിൽ നോക്കിക്കോളിട്ടോ. പിന്നെ എൻ്റെ നവാസ് ഓൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും, ഇടയ്ക്ക് ഓൻ അവിടെ നിൽക്കും. അങ്ങനെയായിട്ട് ഏതായാലും മക്കളെ കാര്യത്തിൽ സമാധാനമായല്ലോ. അതന്നെ വലിയ റഹ്മത്ത്. പിന്നെ പാസ്പോർട്ടിന് ഉമ്മാനോടും ഉപ്പാനോടൊക്കെ കൊടുക്കാൻ എനിക്ക് പിന്നെ ഉണ്ടല്ലോ, മക്കൾക്കും ഉണ്ട്. ഓൽക്കൊന്ന് കൊടുക്കാൻ പറയേണ്ടിട്ടോ. എല്ലാവരും കൂടെ ഒന്ന് ഉംറക്ക് പോയി പോരി, അതായിരിക്കും നല്ലത്. ഉമ്മ, അപ്പം നിങ്ങളില്ലേ, ഞാൻ ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ നുസിയും കുട്ടി എല്ലാവരും കൂടി പോവുക അതോ എങ്ങനെ നോക്കട്ടെ. മോളെ ഞമ്മക്കൊക്കെ പിന്നെ ഉണ്ടല്ലോ പാസ്പോർട്ട്. നുസിനെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഓൻ കൊണ്ടുപോയത് അവിടേക്കല്ലായിരുന്നോ? അതിൻ്റെ മനസ്സിൽ നെയ്യത്തേനു. ഇതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നല്ലഞ്ചേൽക്ക് റെഡിയായി കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളും തന്നെ ഉംറക്ക് പോകണമെന്ന് എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം അതുപോലെ നടക്കട്ടെ കേട്ടോ. ഉമ്മ ഇപ്പം ഒന്നും കണ്ടിട്ടില്ലല്ലോ അവിടെ. എന്നാൽ ഉമ്മയുടെ അരികിലേക്ക് അത് ആവശ്യമ്മ ചെന്നു. ഉമ്മ, പിന്നെ നിങ്ങൾ പാസ്പോർട്ട് നവാസിൻ്റെ അമ്മ പൊയ്ക്കോളിട്ടോ. നവാസേ മോനെ. ഉമ്മ. അതെ, ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഒക്കെ പാസ്പോർട്ട് കൊടുത്തില്ലേ? ഉമ്മ കൊടുത്തു. എന്നാൽ ആ ഡേറ്റ് ആകുമ്പോഴേ കൊണ്ടുപോയി എടുത്ത് വേഗം അധികം വൈകിപ്പിക്കണ്ട. എൻ്റെ മനസ്സിൽ ഞാൻ നേർച്ച ചേർന്നാണ്, നിങ്ങൾക്കൊരു നെയ്യത്താണ് അതൊക്കെ. അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ റാഹത്തായിരിക്കും. നമ്മൾ നല്ല കാര്യം എന്തെങ്കിലും ചെയ്യുക. ഇൻഷാ അല്ലാ. പിന്നെ ഉമ്മാക്കൊരു നേർച്ചയും കൂടി ഉണ്ട്, അത് ഞാൻ വീട്ടിൽ കൊണ്ട്. എന്തോ ഉമ്മ? അതെ, എത്തിയും കുട്ടികൾക്ക് ഞാൻ ആടിനറുത്തുകാണ്ട് അരിയും ഇറച്ചിയും കൂടി വാരി കൊടുക്കാൻ വേണ്ടി നേർച്ച ഇറന്നിക്കണേ. അതൊരു 100 എത്തിയും കുട്ടിയൊക്കെ ഞാൻ മനസ്സിൽ കരുതിയതാണ്. നമ്മളവിടുത്തെ എത്തിയും കാരനിൽ തന്നെ ഉണ്ടാവുമല്ലോ, അവിടെ അത്രയൊന്നും ഇല്ല. എന്നാലും ബാക്കിയുള്ള ഐറ്റങ്ങൾക്കൊക്കെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക. അത് ഞാൻ എന്താ വെച്ചാൽ ചെയ്തുകൊണ്ട്, അത് എൻ്റെ നേർച്ചയൊന്നുമല്ല, എൻ്റെ കടാണ്. നിങ്ങളൊന്ന് റാഹത്തിലായി കിട്ടിയാൽ എനിക്ക് എൻ്റെ മനസ്സിൽ നെയ്യത്തേനത്. നല്ല ചെറിയ നല്ല അരി ഉണ്ടല്ലോ, അതും അതേപോലെ ആടും, അങ്ങനെ ഓല് നെയ്ച്ചോറും, അതേപോലെ അത് ആട് ബിരിയാണി വെക്കുക, അല്ലെങ്കിൽ നെയ്ച്ചോറും ആട് കുറുമ അങ്ങനെ എന്തെങ്കിലും വെക്കുക, എന്താ വെച്ചാൽ ചെയ്തോട്ടെ. നമുക്കിപ്പോൾ അതൊന്നല്ല, ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ നെയ്യത്ത് ചെയ്തതാണ് ഉമ്മ. അതിനൊക്കെ എൻ്റെ പൊന്നു മോനെ, അതൊക്കെ ഉമ്മാൻ്റെ അടുത്ത് 100 കുട്ടികൾക്കുള്ളതല്ലേ, അതിനിപ്പോൾ അതിനകത്തൊന്നും മാണ്ടല്ലോ. എൻ്റെ ഷാമോൻ്റെ ഇതിൽ പിന്നെ ഒരു കൂട്ട് ഡ്രസ്സ് ഞാനിങ്ങനെ നേർച്ചെറിഞ്ഞു എത്തിയും കുട്ടികൾക്കും വേണ്ടിയിട്ട്. എത്തിയും കുട്ടികൾക്ക് നല്ല ഫലമാണ്, എന്തിനൊക്കെ തന്നെ നേർച്ചെറിഞ്ഞാലും നല്ല ഫലമാണ്. ഉമ്മാൻ്റെ കുട്ടി അതൊന്ന് അന്വേഷിച്ച് നോക്കണം ഇനി പോയിട്ട്. അതൊന്നും ഇനി ഷാമോനെ പറഞ്ഞയച്ചാൽ മതി. എന്താ വേണ്ടിയത് ഉമ്മ? എനിക്കത് അത്ര എന്നായിക്കോട്ടെ, ഞാൻ ഷാമോനോട് വേണമല്ലോ, ഓൻ പിന്നെ എനിക്ക് ഉഷാറാണ് ഉമ്മ. അതല്ല എനിക്കറിയാം എന്നെക്കുറിച്ച്. ഷാമോ പിന്നെ ചോദിച്ചറിഞ്ഞ് അങ്ങനെയൊക്കെ ആയിക്കോളും. എന്നാൽ ശരി കേട്ടോ, മറക്കല്ല. നിങ്ങൾ വേഗം ഉംറക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുത്തോളിട്ടോ. ഏതായാലും പഠിച്ചോനെ നല്ല മാസങ്ങളാണ്. ഈ മാസത്തിലൊക്കെ ഉംറക്ക് ചെയ്യാറുണ്ടാൽ വലിയൊരു ബർക്കത്ത് തന്നെയാണ്. ശരിക്കും അതാ ഫസീലയുടെ ഉമ്മാക്കും ഉപ്പാക്കും വല്ലാത്ത സന്തോഷമാണ് ആയത്. കാരണം റബ്ബേ, ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു ഭാഗ്യത്തിലേക്കാണ് ഞങ്ങൾ വന്ന് വീണത്. അതൊക്കെ അതിനൊക്കെ കാരണക്കാരി ഐഷുമ്മ തന്നെയാണ്. അതെ, ഞങ്ങൾ ഒരുപാട് കാലം ഇടങ്ങാറായി കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ മോളായിട്ട് ഇടയിൽ പോയി ഒരുപാട് കഷ്ടപ്പെട്ടു. മൂത്ത മോന് നോക്കായിട്ടല്ല, നോക്കാൻ മറ്റുള്ള സമ്മതിക്കൂല. വലിയ മരുവൾ എന്തിനാ ഒറ്റകളെ നോക്കണേ, ഓനില്ലേ അവിടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏതായാലും അൽഹംദുലില്ലാ കല്യാണത്തിന് ഓലോടൊന്ന് പറഞ്ഞിന് ഒന്നുകൊണ്ട് വന്ന് നോക്കിയാലും പോയി എന്നല്ലാതെ ശരിക്കും പെങ്ങൾക്ക് കിട്ടിയ
ആ വലിയൊരു വീടും സൗകര്യങ്ങളും ഉമ്മാക്കൊക്കെ നല്ല വീടൊന്നും കിട്ടിയത് മരുവൾക്ക് പറ്റിയിട്ടില്ല. എന്താ ഓല് വേഗം വന്ന് പോവുകയാണ് ചെയ്തത്. ഏതായാലും അൽഹംദുലില്ലാ റാഹത്തയിക്കണല്ലോ. എന്നാൽ ഈ സമയം അതാ ഫസീലയുടെ വലിയ ആങ്ങളുടെ വീട്ടിൽ ആങ്ങളുടെ ഭാര്യ. സമാധാനമായല്ലോ നിങ്ങൾക്ക്? എന്തെടി നിങ്ങളെ പെങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ ഇപ്പോൾ. എൻ്റെ പെങ്ങൾക്ക് ആദ്യം ജീവിതത്തിന് കുഴപ്പമില്ലായിരുന്നല്ലോ. ഓളോളെ ബുദ്ധിമോശം കൊണ്ട് ഓരോന്ന് കാട്ടിപ്പോയി. പിന്നെ അവൾ അനുഭവിച്ചു. ഓ, അവളൊക്കെ നരകിച്ച് മരിക്കേണ്ടതേനു. ആ ഐഷുമ്മത്തള്ള അവിടെ ഉണ്ടായതുകൊണ്ട് തിരക്കിടില്ല. ആ, എന്ത് തെറ്റ് ചെയ്താലും സ്വീകരിക്കാൻ ഒരാളുണ്ടല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്തായിരുന്നു അവളെ കാട്ടിക്കൂട്ടലും നകളിപ്പും. ഇപ്പം എന്തായി? ആരോഗ്യമാണ് പോയപ്പോൾ ഒക്കെ കഴിഞ്ഞു. ഇതുള്ളൂ മനുഷ്യന്മാരെ സ്ഥിതി. അത് നിന്നോട് കൂടി ഞാൻ പറയുന്നത്. നിനക്കും കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിമിഷം ആരോഗ്യം എടുത്തു കഴിഞ്ഞാലേ അത് പിന്നെ നിങ്ങളിപ്പോൾ കുറച്ച് ദീനി അയക്കണമല്ലോ. എന്തപ്പോൾ ഇങ്ങനെ ദീനിയാൻ കാരണം? എടി, ആ ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടാൽ ആരും നന്നായി പോവും. നമ്മൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ എന്താ? അതെ, ഒന്ന് സുഖമില്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നിനും കഴിയൂല. അതെ, നമ്മളൊക്കെ തളർന്നു പോകും. ഒക്കെ അള്ളാഹുവിൻ്റെ നിഅമത്തുകൊണ്ട് അങ്ങനെ നടക്കല്ലേ. എൻ്റെ പൊന്നാരിക്കാക്ക, ഏതെണ്ണ ഉസ്താദ്? അതൊക്കെ ഉണ്ട്. ആ ഒരു ഉസ്താദിൻ്റെ ക്ലാസ്സൊക്കെ ഈ കേട്ടാലേ നന്നായി പോവും. അല്ലെങ്കിൽ ഞാൻ കേടുവന്നിട്ടില്ലല്ലോ. കേട് വന്നോ ഉള്ളോ എന്നല്ല അല്ല അതെന്ന് വെച്ചാൽ ഉസ്താദിൻ്റെ ക്ലാസ് നമുക്ക് അത്രയ്ക്ക് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങോട്ട് കടന്നു കയറുന്നതാണ്. നമുക്കിങ്ങനെ തോന്നിപ്പോയി അള്ളാ ശരിയല്ലേ എന്ന്. ഏതായാലും പെങ്ങൾ കഴിച്ചിലായല്ലോ. ഓ, എന്താ സുഖം. നിങ്ങളെ അനിയനാണെങ്കിൽ ഇപ്പോൾ വലിയ കാറും കിട്ടിയിരിക്കണം. ഇവിടുത്തെ കാറ് ചെറുതാണ്. ഇക്കാക്ക, ഇവിടുത്തെ കാറൊന്ന് മാറ്റിയിട്ടോ. പിന്നെ അനിയൻ്റെ കാർ അത്ര വലുതും ജ്യേഷ്ഠൻ്റെ ചെറുതും ആകുമ്പോഴേ എനിക്കൊരു മോശത്തരുണ്ട്. പിന്നെ വീടും തന്നെ അതിനോളില്ലത്. ഇതിപ്പോൾ അതിൻ്റെ ഒരു പൗതിയായിട്ടൊക്കെ വരുള്ളൂ. കുറച്ചും കൂടെ ഒക്കെ നല്ലോണം നമുക്ക്. എൻ്റെ പൊന്നാരം പെണ്ണെ, ഇതൊന്നും പോരെ നമുക്ക് ജീവിക്കാൻ. ഇതൊക്കെ തന്നെ എമ്പാടുമാണല്ലോ ഇഷ്ടം പോലെ. നമ്മൾ സ്ഥലം മറന്ന് എണ്ണ വെക്കാൻ പാടില്ല. എന്നാൽ കാറുകൾ മാറ്റി ഒരു വഴിക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ ഓലും കാർ ഒരുമിച്ച് കണ്ടാൽ എന്തായിത്തീരും? നമ്മൾ പാവങ്ങളെ പോലെ ചെറിയ കാറും ഓൾക്ക് വലിയ കാറും. അതെ, ഞാൻ നിന്നോട് പറയട്ടെ, അവർക്കൊന്നുമില്ലാത്തവരായിരുന്നു. നീ സമ്മതിച്ചിട്ടില്ല കൊടുക്കാൻ. ഒന്നും നീ കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇല്ലല്ലോ? ഇല്ല. അവർ ഓട്ടോയിലൊക്കെ അല്ലായിരുന്നു പോക്കും വരവൊക്കെ. അങ്ങനെയല്ലേ? നമ്മൾ കാറിൽ കയറ്റാൻ ഞാൻ ഉമ്മാനെയും ഉപ്പാനെയും കയറ്റെന്ന് പറയുമ്പോൾ നീ എന്ത് പറയും? വേണ്ട, ഓലൊക്കെ ഇരുന്നാൽ അത് അഴുക്കാവും. അതെ, ഒരു ഓട്ടോയിൽ പോയിക്കോട്ടെ. അങ്ങനെ എത്ര അല്ലേ എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയൊക്കെ അവഗണിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അതൊക്കെ നിൻ്റെ ഇതുകൊണ്ടാണ്. എൻ്റെ ഇക്ക, അതൊന്നും ഇപ്പോൾ പറയണ്ട. ഒക്കെ കഴിഞ്ഞു പോയ വിഷയങ്ങൾ ഇങ്ങനെ പിന്നെയും എടുത്ത് പറയാൻ നിൽക്കണ്ട. ഓ, നമുക്ക് വേറൊന്നും പറയാനില്ലേ? വേറെന്തേലും പറയണ്ടത് പറയും. അല്ലാ, നമ്മളെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞ കാലത്തെ ജീവിതം. അതുകൊണ്ട് നമ്മൾ കഴിയുന്ന എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുക. ഒരാളെ ബുദ്ധിമുട്ടാക്കരുത്. ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. നമ്മളൊരാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവും. അല്ലാതെ നമ്മൾ കുറേ ഭക്ഷണം കഴിക്കുക, കുറേ കാട്ടിക്കൂട്ടുക, കുറേ വലിയ വീടുണ്ടാക്കുക, മോടി പിടിപ്പിക്കുക, അതുകൊണ്ടൊന്നും നമുക്ക് ഒരു കാര്യം കിട്ടൂല. നമ്മൾ ഒരാൾക്ക് ഒരു ദാനധർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമേ അതുണ്ടാവുള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും നമ്മൾ ചെയ്തത്, നമ്മൾ കാട്ടിയത്, നമ്മൾ തിന്നത് അതല്ല. ഒരാൾക്ക് നമ്മളൊരു കഷ്ടപ്പെടുന്നവരെ ഹെൽപ്പ് ചെയ്തോ, അങ്ങനെയാണെങ്കിൽ പടച്ച റബ്ബിൻ്റെ ഹെൽപ്പ് നമുക്കുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അല്ല നമ്മളൊരിക്കൽ പോലും നമ്മളുടെ മാത്രം സുഖം നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ പ്രസംഗം? കുറേ നേരമായി ഇത് മനുഷ്യൻ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. ഓ, എന്താന്നില്ലേ നിങ്ങളെ പെങ്ങൾക്കിപ്പോൾ നല്ല വീടും അനിയൻ നല്ല കാറും കിട്ടിയപ്പോൾ. എൻ്റെ ഉമ്മയും ബാപ്പയും എത്ര കൊതിച്ചതാണടി ഈ ഒരു വീട്ടിൽ വന്ന് നിൽക്കാൻ. നീ സമ്മതിച്ചില്ലല്ലോ. അവർക്ക് ആ പഴയ ആൾക്കാർക്ക് പഴയ വീട് മതി. ഇപ്പോൾ കണ്ടില്ലേ, വലിയ വീടും എല്ലാം ആയല്ലോ. ആ ഐഷത്താളുണ്ടല്ലോ അവിടെ എല്ലാം ഇട്ട് കൊടുക്കാൻ. ആ ഇഷ്ടം പോലെ അങ്ങനെ പിരിവല്ലേ, അവൾക്ക് എന്തും ചെയ്യാലോ. എന്താ നമുക്കില്ലേ വരുമാന മാർഗ്ഗമൊന്നും? എനിക്ക് നല്ല ജോലിയില്ലേ, എല്ലാം ഉണ്ടല്ലോ. പക്ഷെ നീ ഒരാൾക്കും കൊടുക്കാൻ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് പിന്നോട്ടാണ് എല്ലാം. വരുമാനമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതെ, നിങ്ങൾ ഇനി ഓരോന്ന് പറഞ്ഞ് ടെൻഷനാക്കല്ലേ. ഇനി പോലെ കീഴ്ക്ക് പോകേണ്ട അവസ്ഥ വരുമോ? പറയാൻ പറ്റൂല. ചില സമയത്ത് ചെറിയോൻ വലുതാവൂല എന്നില്ല, വലിയോൻ ചെറുതാവൂല എന്നില്ല. അതൊക്കെ പഠിച്ചവൻ്റെ വിധി പോലെ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. എന്നായി കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ നോക്കും. നമുക്ക് അള്ളാഹു നൽകും. പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതൊക്കെ ഈ പുതുപുത്തൻ വീട്ടിലേക്ക്. അതെ, അന്ന് എൻ്റെ ഉമ്മയും ഉപ്പയും
കുടിയിരിക്കലിന് വന്ന സമയത്ത് നീ ചെയ്തതെന്ന് ഞാൻ മറന്നിട്ടില്ല. അന്ന് തന്നെ അവരാ ബെഡ്റൂമിൽ കിടന്ന സമയത്ത് എൻ്റെ പൊന്നാര ഇക്ക ഒന്ന് കാട്ടി വെച്ചിക്കണ് നോക്കി. ഉപ്പ നോക്കി അവിടെ ആ ബെഡിൽ അവിടെ കിടന്നിക്കണം വന്നിട്ട്. അത് എത്രയോ വൃത്തിയിലും വെളുപ്പം എത്ര വിലപിടിപ്പുള്ളതാണ്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയില്ല. അതിനെന്താ, അത് ഉപ്പാക്കുള്ള റൂമും ഉമ്മാക്കുള്ള റൂമൊന്നും ഇവിടെ പറയണ്ട. ഇതെൻ്റെ വീടാണ്. അവരൊക്കെ പോയിക്കോട്ടെ, ഇവിടെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അന്ന് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയിരുന്നു. പക്ഷെ എൻ്റെ ഉപ്പ അത് കേട്ടിരുന്നു. എൻ്റെ ഉപ്പ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോണ രംഗമാണ് ഞാൻ കണ്ടത്. ഞാൻ ചോദിച്ചു, ഉപ്പ എന്താ ഉപ്പപ്പത്തിനും പോണത്? മോനെ ഇപ്പം പോട്ടടാ, ഉപ്പാക്ക് അവിടെ നല്ലൊരു വീടുണ്ടല്ലോ. അതെ, നീ സംസാരിച്ചത് എൻ്റെ ഉപ്പ കേട്ടിട്ട് ഹൃദയം പൊട്ടിക്കൊണ്ടാണ് എൻ്റെ ഉപ്പ ഇറങ്ങിപ്പോയത്. അങ്ങനെ പറയാൻ പാടുണ്ടോ? നമ്മളുപ്പയല്ലേ. എന്നെ പോറ്റി വളർത്തിണ്ടാക്കിയത് എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ തന്നെയല്ലേ. അവരോട് നീ അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി. അന്ന് ഫസീലത്തെ പിന്നെ അവിടെ പുത്തൻ വീട് തറവാട്ടിൽ തന്നെയായിരുന്നു. ഏതായാലും അവൾ വന്നപ്പോഴും നിനക്ക് ബുദ്ധിമുട്ടായി, എല്ലാം ആകപ്പാടെ ബുദ്ധിമുട്ടായി. അത് നിങ്ങൾ ഈ പഴയതൊന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പം എന്തായി? അവർക്ക് നല്ല വീട് പഠിച്ചവൻ കൊടുത്തു. നമ്മളിപ്പോൾ എന്തായി? വരുമാനമൊക്കെ കുറഞ്ഞു വന്നു. ഇതാണ്, അഹങ്കരിക്കാൻ പാടില്ല. പിന്നെന്താ, ഞാൻ അങ്ങനെ നിങ്ങൾ ഉമ്മാനും ഇപ്പാനും ഇവിടെ അകത്തിട്ട് നോക്കിക്കോളാം. എനിക്ക് ഇഷ്ടമില്ല ഈ പ്രായമായവരെ നോക്കുക തന്നാൽ തന്നെ. ഓലിങ്ങനെ അവിടെ ഇതായിട്ടുമ്പോൾ അവർ വൃത്തിയായി ഒന്നും നടക്കുക പോലും ഇല്ല. എടി ഓർക്ക് കഴിയൂലല്ലോ, അതുകൊണ്ടല്ലേ. എനിക്കറിയാം, അന്ന് ഉപ്പാനെ അവിടെ കൊണ്ടുവന്നിട്ട് മൂത്രം ഒഴിച്ചിട്ട് വെള്ളം കൂടി ശരിക്കും ഒഴിച്ചിട്ടില്ല. അതൊന്നും ശരിയാവില്ല. പിന്നെ ഉമ്മാനെ വിളിച്ച് നന്നാക്കിപ്പിച്ച് കയറും. ശരിക്കും അവളുടെ ആ ഒരു വാക്ക് കേട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് ആകെ ഇടങ്ങാറായിപ്പോയി. അതാണ് പറഞ്ഞത്, പിന്നെ എന്നെ അങ്ങോട്ട് പോകാനും നീ സമ്മതിക്കൂല. ഞാൻ പോയാൽ തന്നെ നീ പറയും നേരെ വയ്ക്കുക, വായ തുറന്നുവിടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയും പ്രശ്നമാക്കും. ഒന്നും മിണ്ടാതെ നിൽക്കണ്ടോ? കുറേ നേരമായി തുടങ്ങിയിട്ട്. അവിടുന്ന് വന്നപ്പോൾ തുടങ്ങിക്കണം. എന്താന്നില്ലേ, ഉപ്പങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയരച്ച് കാണും. ഇന്നെങ്ങനെ എന്തിനങ്ങൾ ഇതാക്കാൻ നിൽക്കണേ? അല്ല, നീ ചെയ്തത് പറഞ്ഞു. നീ പറഞ്ഞില്ലേ കാറിൻ്റെ വലിപ്പം പോരാ, ഓലക്കാളും വലുതാക്കണമെന്ന്. അതുകൊണ്ടാണ്, അഹങ്കാരം പാടില്ല. ഏത് നിമിഷം എന്തും സംഭവിക്കാം. എന്നാൽ ഈ സമയം അതാ അവർ ഉംറക്ക് പോവുകയാണെന്നുള്ള ആ ഒരു വാർത്തയും കൂടെ അറിഞ്ഞ നാത്തൂൻ, ഫസീലയുടെ നാത്തൂൻ ഞെട്ടിപ്പോയി. ഛേ, എന്ത് ഉംറക്കും പോവേ ഇനി അപ്പോഴേക്കോ? ഓ, എന്തത് സൗഭാഗ്യം ഒന്നായിട്ട് കിട്ടിക്കവൾക്ക്. ഓ, ഇതൊന്നും നടക്കണ കാര്യമല്ല. എന്താ? അതെ, ഉപ്പ ഫോൺ വിളിക്കുന്നത് കേട്ടതാണ്. ഇതാ നിങ്ങളെ ബാപ്പ വിളിക്കണ്. ഹലോ മോനെ, അസ്സലാമു അലൈക്കും. ആ ഉപ്പ. വലൈക്കും അസ്സലാം. മോനെ, ഉംറക്ക് പോകാനുള്ള പരിപാടിയുണ്ട്, പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഉപ്പ, അപ്പോൾ ആരൊക്കെ? അതിപ്പോൾ ഞാനും എൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ പെങ്ങളും കുട്ടികളും നമ്മളെ കുഞ്ഞും കൂടെ. അല്ലാതിപ്പോൾ ഉമ്മ ഇവിടെ ഉണ്ട് മോനെ. പിന്നെ അല്ലപ്പ, അതിനുള്ള ക്യാഷൊക്കെ എത്ര വരും? എന്തൊക്കെ തന്നെയാലും ഒരു 10 ലക്ഷമെങ്കിലും കയ്യിൽ കരുതേണ്ടി വരില്ല, എല്ലാവരും കൂടെയൊക്കെ പോകുമ്പോഴും പർച്ചേസിങ്ങും ഇതും എല്ലാം. മോനെ, അതൊന്നും അതറിയുന്നില്ല. അതൊക്കെ നവാസ് ഉണ്ടല്ലോ മരുമകന്, ഉണ്ടാകുമ്പോൾ എന്തിനാ പേടി? ഓ, അതും ശരിയാണ്. ആയിക്കോട്ടെ നോപ്പ, എന്താ വെച്ചാൽ ചെയ്യും. മോന് പോരുന്നോ? ശരിക്കും അതാ ആങ്ങൾക്കത് കേട്ടപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആഗ്രഹം. ഉപ്പ, ഞാൻ പറയാം കേട്ടോ. എന്നാൽ അപ്പോഴേക്കും ഭാര്യ അവിടുന്ന് ആംഗ്യം കാട്ടി. അതേ, നിങ്ങൾ അവരുടെ കൂടെ നക്കാപ്പിച്ചായിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. എന്താന്നില്ലേ, മിണ്ടാതിരിക്കുക. ഒരു ഓഫർ കിട്ടുമ്പോൾ പോല ഓല കീഴിൽ നമ്മൾ പോയാൽ എന്താവും? നമ്മൾ ഓലക്കാളും താന്നോരാവും. ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ലേ. നിങ്ങൾക്ക് തീരെ ഒരു ബോധമല്ലേ? മുണ്ടാതിരിക്കുക. അത് കേട്ടപ്പോൾ ചങ്ങായി എന്താന്നില്ലേ, വല്ലാത്തൊരു ഓൽക്കിപ്പോൾ ഉണ്ടായപ്പോൾ ഉമ്രക്ക് പോലും എന്തൊക്കെയാണ് ഓൽക്ക് കാട്ടിക്കൂട്ടേണ്ടി പുടിയറില്ല. നവാസ് അളിയൻ്റെ നല്ല ക്യാഷ് അല്ലടി, പിന്നെ ഇപ്പം എന്താ? ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറച്ച് നമ്മളും കുറച്ച് ഡീസൻറ്റ് കാണിക്കണം. അതെ, അന്ന് ഞാൻ മോളെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എന്തായിരുന്നു, ഓൾക്ക് പറ്റിയില്ല. നവാസിനെ കൊണ്ട് മോളെ കെട്ടിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. ഓ, എന്തായിരുന്നു അല്ലെ അഹങ്കാരം. ഒരു പാവപ്പെട്ട ഒരു ചെറ്റക്കുടിലുള്ളൊരു പെണ്ണിന് 2ാം കെട്ടുകാരിയാണ് അവൻ കല്യാണം കഴിച്ചത്. അവിടേക്ക് എത്തി രക്ഷപ്പെടുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ സമ്മതിച്ചില്ല. അതൊന്നും നീ വിട്ടില്ല എപ്പോഴും. അതൊക്കെ ഒരാളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ മോളങ്ങോട്ട്
നിർബന്ധിച്ച് അങ്ങോട്ട് കെട്ടിച്ചേക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ മോൾക്ക് ഇനിയും വരുമല്ലോ, ഓള് പഠിക്കല്ലേ. എന്നാലും ഓലൊരു അഹങ്കാരം കണ്ടില്ലേ, ഓൽക്കന്നത് പറ്റിയില്ല. എനിക്ക് ആ ദേഷ്യം ഇപ്പോഴും ഉണ്ട്. ഫസീലി അന്ന് കുറേ ശ്രമിച്ചേക്കണം, അന്നോളി നമ്മളെ ഭാഗത്തേനു, പിന്നല്ലേ ഓള് നമ്മളോട് തെറ്റിയത്. തിരക്കടില്ല. എന്നിട്ടിപ്പോൾ ഓല് ഉമ്രക്ക് പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകാൻ നിൽക്കാല്ലേ. അല്ല, എന്നോട് ഉപ്പ ചോദിച്ചപ്പോൾ ഒന്ന് പറഞ്ഞു, കാരണം ഉപ്പ ആരോഗ്യം കുറച്ച് കുറവല്ലേ, ഉപ്പയെ നോക്കാനൊക്കെ. ഓ, അതിനെ നിങ്ങളെ അളിയനുണ്ട്, അളിയനും നിങ്ങളെ അനിയനും ഉണ്ട്, അത് തന്നെ എമ്പാടും. നിങ്ങളാണ് ഓരോ കൂട്ടത്തിൽ കയറിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും അത് ഭാര്യയുടെ അടുത്ത് നിന്ന് നല്ല ചീത്തയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. എന്നാൽ ഈ സമയം പുത്തൻ വീട് തറവാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഉമ്മ എന്നാ പോവല്ലേ? ആ മോനെ, ഷാമോനും ഉമ്മയും ഒക്കെ അതാ വണ്ടിയിൽ കയറുന്നു. എന്നാൽ അതാ ഫസീലയുടെ, അതെ നവാസിൻ്റെ മക്കളും വണ്ടിയിൽ കയറുന്നു. ഐഷുമ്മ അത് കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞ പൊന്നാര മക്കളെ, വല്ലാത്തൊരു പുതുമ. അല്ല, പുതിയ വീട്ടിൽ നിങ്ങൾക്ക് നിൽക്കണ്ടേ? ഉമ്മമാൻ്റെ ഒപ്പം പോരാണോ? ഉമ്മമ്മ, ഞങ്ങൾക്ക് ഉമ്മമാൻ്റെ ഒപ്പം നിന്നാൽ മതി. അതെന്താ? ഒന്നുമില്ല. പൊന്നാരൻ്റെ മക്കളെ, ഉമ്മാൻ്റെ കുട്ടികളൊന്നും ഇവിടെ നിന്നോളി. പാവം ഫസീലാക്ക് ഒന്ന് ഇടങ്ങാറൊക്കെ ഒന്ന് മാറട്ടെ. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പോന്നാൽ പോരെ, അല്ലേ നാളെ ഷാമോനാപ്പ കൊണ്ടുവരും നിങ്ങൾ, അങ്ങനെ പോരെ? ഉമ്മമ്മ ഞങ്ങളും വരുന്നു. ഉമ്മാൻ്റെ മുത്ത് പൈതങ്ങൾ പോന്നാളിന്നാല്. ഓ എൻ്റെ റബ്ബേ, ഷാമോനെ ഉമ്മാൻ്റെ കുട്ടികളെ വണ്ടി കയറ്റിക്കാനിടാ. എന്നാൽ അതാ അവരെല്ലാവരും ഒരുമിച്ച്, കൂടെ ഐഷു ഉസ്താദിൻ്റെയും കൂടെ ഒന്നും പോകുന്നേ ഇല്ല. അവർക്കിപ്പോൾ ഫ്രണ്ട്സുകൾ കിട്ടിയപ്പോൾ അവർ 3 പേരും വല്ലാതെ കട്ട ചങ്സ് ആയിട്ടുണ്ട്. ഐഷും ആ ഒരു കാഴ്ച കണ്ട് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. റബ്ബേ പഠിച്ചോനെ, ഈ സൗഹൃദം എന്നും നിലനിർത്തണേ അല്ലാ. അങ്ങനെയതാ അവർ ഐഷുമ്മ വണ്ടിയിൽ കയറിയപ്പോൾ അതാ നുസിയും കുട്ടിയും കയറിയപ്പോൾ മക്കളും കൂടെ കയറി. എന്നാൽ ഫസീലയും നവാസും അത് നോക്കി നിന്നു. ഇക്ക, അപ്പോൾ സാരല്ല, അവർ പോയിക്കോട്ടെ, അവർ കളിക്കട്ടെ, അവർ എൻജോയ് ചെയ്യട്ടെ. എന്താ നിനക്ക് ഞാനില്ലേ? നവാസിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഫസീലയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പൂക്കാലം വിടർന്നു. അങ്ങനെ ഏതാ ഐഷുമ്മയും ഷമ്മാസും മക്കളും എല്ലാവരും കൂടി പോവുകയാണ്. അതെ, പുത്തൻ വീട് തറവാട്ടിലേക്ക്. ഫസീലയും നവാസും ഉമ്മയും ഉപ്പയും അവളുടെ അനിയനും അത് നോക്കി നിൽക്കുന്നു. ഒരു നിമിഷം അതെ ഫസീലയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇക്ക. എന്താടേ? ഇക്ക, ഞാൻ കരയണ്ട, സാരല്ല. സന്തോഷമായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിപ്പിച്ചില്ലേ, അതും വലിയ കാര്യമല്ലേ. ഇക്ക, ഉമ്മയോട് ഞാൻ അത്രയധികം കടപ്പെട്ടവളാണ്. ഉമ്മയാണ് ഇതിനെല്ലാം കാരണക്കാരി. പാവമാണ് ഉമ്മ. അതെ, ഐഷുമ്മ പോയപ്പോൾ വല്ലാത്ത സങ്കടമായി ഫസീലക്ക്. അവൾ ഉമ്മയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ഇക്ക, ഉമ്മ ഇല്ലായിരുന്നെങ്കിലല്ലേ? അതേടി, ഉമ്മ ഒരു സംഭവമാണ്, പാവാണ് ഉമ്മ. നമ്മൾ ഉമ്മയെ പറ്റിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ പഠിച്ചവൻ അതിൻ്റെ ശിക്ഷ കാണിച്ചു തരും. സത്യമായിട്ടും. എന്തേ ഇക്ക? ഒന്നുമില്ലടി, അതൊന്നും ഇവിടെ പറയണ്ട. സത്യം പറഞ്ഞാൽ അതാ സൗദിയുടെ കാര്യമായിരുന്നു വിചാരിച്ചത്. സൗദയ്ക്ക് വേണ്ടി ഇഷ്ടം പോലെ ക്യാഷ്, വലിയ വീട്, കാര്യങ്ങൾ. പാവം എൻ്റെ ഉമ്മയോട് ഞാനത് മറച്ചു വെച്ചു. എന്നാൽ ഇപ്പോൾ കണ്ടില്ല, എൻ്റെ ഉമ്മ പറയാണ് അവർക്കൊരു വീടെടുത്ത് കൊടുക്കണ കാര്യം. എന്താ ചെയ്യുക, പാവമാണ് ഉമ്മ. എന്തുണ്ടെങ്കിലും ഉമ്മയോട് പറയാൻ കേട്ടോ, എങ്കിലും മാത്രമേ ഉമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ സമയം നവാസ് ആലോചിച്ചത്, അതെ സൗദിയുടെ അടുത്തേക്ക് ആരോ വന്നിട്ടുണ്ട്. അതെ, അവരുടെ തൊട്ടടുത്തുള്ള ആൾ അവർ പുതിയ ജീവിതം തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ സൗദിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ, വിചാരിക്കുമ്പോൾ തന്നെ അവന് ദേഷ്യമാണ് വന്നിരുന്നത്. പോണവർ പോട്ടെ, പോണ വയ്ക്ക്, നോ പ്രോബ്ലം, നമുക്ക് ഒരു പ്രശ്നവും. അതായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ പുത്തൻ വീട് തറവാട്ടിലേക്ക് അതാ ഉമ്മയും ഷമ്മാസും നുസിയുമെല്ലാം കടന്നു ചെന്നു. അതെ, അല്ലാ പഠിച്ചവനേ, ഓഫ്, പുത്തൻ വീട് തറവാട്ടിക്ക് എത്തിയാലൊരു റാഹത്താണ്. എൻ്റെ മക്കളെ ഉമ്മാൻ്റെ പൊന്നു മക്കൾ പോയി കളിച്ചോളി കേട്ടോ, ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, നല്ലോണം കളിച്ചോളി. മോളെ നുസിയേ. ആ ഉമ്മ. ആ കുട്ടിക്ക് നല്ലോണം പള്ളറച്ചൊന്ന് പാലെടുത്താ.
അവിടുന്ന് ഇവിടുന്ന് നിന്ന് കൊടുത്താൽ എനിക്ക് ശരിയായിട്ടില്ല, എനിക്കറിയാം. നല്ലോണം എനിക്ക് കൊടുത്തു വിടട്ടെ, രണ്ടും നല്ലോണം കൊടുത്തു വിടും, ഒരു പള്ള നിറയട്ടെ. എന്നിട്ട് ഏമ്പൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. ഉമ്മ ആയിക്കോട്ടെ. അപ്പോഴേക്കും അവൾ കുഞ്ഞിന് പാല് കൊടുത്തു. പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഷമ്മാസ് റൂമിലേക്ക് കടന്നു വന്നു. അവൾ പെട്ടെന്ന് അതാ ഷാള് കൊണ്ട് പൊത്തി പിടിച്ചു. അല്ല, ആഹാ, ഇതെന്താ? അല്ല, ഞാൻ അന്യപുരുഷനൊന്നല്ല കേട്ടോ, അത് മറക്കണ്ട. ഇക്ക, അല്ല എന്നാലും പഠിച്ചോനെ. അവൾ പെട്ടെന്ന് തന്നെ ഷാമോനിൽ നിന്ന് അത് മറച്ചു വെച്ചപ്പോൾ ഷമ്മാസിന് തന്നെ ചിരി വന്നു. ഓ എൻ്റെ പെണ്ണെ, നിൻ്റെ നാണെന്ന് ഇപ്പോഴും മാറിയില്ലേ? ഇക്ക, അത് നിങ്ങൾ അങ്ങോട്ട് പോയി, എനിക്ക് മടിയാണ്. അല്ലോ, വല്ലാത്തൊരു പെണ്ണ് തന്നെയാണ്. ഇല്ലല്ലേ, ഞാൻ നോക്കുന്നില്ല, ഞാനൊന്ന് കണ്ടതുമില്ല, ഞാൻ നോക്കണമില്ല, ഞാൻ പോകുന്നേ. ഷമ്മാസ് അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു. പാലെല്ലാം കൊടുത്തിട്ട് അതാ നുസൈബ ഉമ്മയുടെ അരികിലേക്ക്, ഇങ്ങോട്ട് കൊണ്ടുവരും അമ്മാൻ്റെ പാത്തുമ്മ പെണ്ണിനെ, ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവിടെ കെടുത്ത്. മാഷാ അല്ലാ, എവിടെ അമ്മമാൻ്റെ കുട്ടി പച്ചോനെ. ഓ, ഉമ്മമാക്ക് എടുത്ത് നടക്കാനൊന്നും ബൈക്കൂല കുട്ടിയെ. ഒപ്പം ഇരുന്ന് ഇങ്ങനെ കളിപ്പിച്ച കണ്ടില്ലേ, കുഞ്ഞിത്താത്താരുണ്ട്, കുഞ്ഞിക്കാക്കുണ്ട്, എല്ലാവരും ഉമ്മമാൻ്റെ ഒപ്പം ഉമ്മമാൻ്റെ കുട്ടീൻ്റെ കുടിയേക്കൊണ്ട് പോന്നിക്കണേ. എല്ലാവർക്കും കുട്ടീനെ കാണണേ, കുട്ടീനെ കാണാനും ഉമ്മമാനെ കാണാനും എല്ലാവരും വന്നിക്കണേ. ഓ, കണ്ടില്ലേ, ലായില ഇല്ലല്ല. ഓ, അപ്പോത്തിന് കുഞ്ഞിത്താത്തയും കുഞ്ഞിക്കാക്കൊക്കെ ഇതാ ഇവിടെ ലായിലായിലുള്ള ശല്യം തുടങ്ങിയിരിക്കണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഇമ്മാൻ്റെ പൊന്നു മോളാണ്, ഉമ്മാൻ്റെ പൊന്നു മോള്. ഓ, ചിരിക്കലൊക്കെ തുടങ്ങിക്കണല്ലേ. എന്നാൽ ഈ സമയം അതാ ഷമ്മാസ് നുസൈബയുടെ റൂമിലേക്ക് കടക്കുന്നു. നുസൈ, അല്ല, എന്താ ക്ലാസ് തുടങ്ങാനായോ? ഇക്ക, ക്ലാസ് തുടങ്ങാനായി തുടങ്ങി. അപ്പോൾ എന്താ ചെയ്യുക? കുഞ്ഞിനെയും കൊണ്ട് ഞാനവിടെ വന്ന് നിൽക്കേണ്ടി വരുമോ എൻ്റെ പെണ്ണെ? അങ്ങനെയൊന്നുമില്ല, സാറിനോട് ഞാൻ ചോദിച്ചിട്ട് കുറച്ച് ദിവസം കൂടി ലീവ് എടുത്തിട്ട്. അല്ല, നിനക്ക് ഓൺലൈനായിട്ട് തന്നൊക്കെ നീ പഠിച്ചു? ഓ, അതൊക്കെ ഞാൻ പഠിച്ചു. സാർ എന്തൊക്കെ തന്നെ എന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുക്കും. ഓ, പിന്നെ റാങ്കുകാരി ആയതുകൊണ്ടാണ് കേട്ടോ ഒരു പരിഗണനയൊക്കെ. അവരുടെ കോളേജിനും ഒരു അഭിമാനം തന്നെയാണല്ലോ. എന്തൊക്കെ തന്നെയാലും. എന്നാൽ ഈ സമയം അതാ സൗദയുടെ ഉമ്മ ചില കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. എടി സൗദ, എൻ്റെ അക്കൗണ്ടിലത്തെ പൈസ എടുത്താ, ആ പെരപ്പണി കുറച്ച് പൂർത്തിയാക്കാനുണ്ട്. ഒരുവിധം പണിയല്ലേ കഴിച്ചത്, ഇനിയും ബാക്കി എത്ര ഉണ്ട്? ഉമ്മ, ഇപ്പം കാര്യമായിട്ടുള്ള പണിയൊക്കെ കഴിഞ്ഞില്ലേ, അടിയും ഒക്കെ മാർബിളും ഒക്കെ ഇട്ട്, പിന്നെ ഫ്ലോറിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ്, ഇനി പെയിൻറ്റിങ്ങും കുറച്ച് ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ അല്ലേ, അതും ഇനിയിപ്പോൾ അങ്ങനെ പോരെ? അതെന്താടി എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ പൈസ പോകണില്ലോ എൻ്റെ? അതെ, അത് സൗദിയുടെ അക്കൗണ്ടിലേക്ക് പഴയ പോലെ പൈസ ഇപ്പോൾ വീഴുന്നില്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അവൾക്ക് ശരിക്കും ഭയം തോന്നി. പഠിച്ചോനെ, പണം ഉണ്ടായതുകൊണ്ട് അഹങ്കാരം കൂടിനും. ഇപ്പോൾ ഉമ്മ പൈസ ചോദിച്ച്, എടുക്കടി പൈസ ഇങ്ങോട്ട്, കുറച്ചും കൂടെ അവിടെ എത്രങ്ങാനും വർക്ക് ചെയ്യാണ്ട് ഞാൻ അവിടെ. വലിയൊരു ഇരുന്നല്ല വീടും കാര്യങ്ങളും ഫ്ലോറിൻ്റെ നല്ല മുന്തിയ മാർബിളും ഒക്കെ അടിച്ചല്ലെങ്കിൽ ബാക്കിയുള്ളതും കൂടി ഉണ്ട്, കുറച്ചും കൂടി ഇവിടെ വേണം. എന്താ എനിക്ക് എടുക്കാൻ ഒരു മടി? അനക്കെന്താ ഒരു മടിയടി? ഞമ്മക്കൊന്ന് ജീവിച്ച് കാണിച്ചെടുക്കണേ. ആ സത്താറിനെ പുതിയ പെരി കയറ്റിയിട്ട് എൻ്റെ പുതിയാപ്പിളായി ഞാൻ അവിടെ നിർത്തും, ഇജ്ജ് നോക്കിക്കോ. ഉമ്മ, വേണ്ട, അയാൾക്ക് വേറെ ഭാര്യ മക്കളൊക്കെ ഉള്ള ആളാണ്. എന്നാൽ എന്നോട് ആ താത്ത കുറേ പറഞ്ഞിരുന്നു സത്താറിൻ്റെ സ്വഭാവത്തിനെ കുറിച്ച്. നമ്മൾ ഇനി അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഉമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടി, ഇനിയിപ്പോൾ അങ്ങനെ ആയാലും ഇപ്പം എന്താ, എത്ര എണ്ണം കെട്ടണോലുണ്ട്, ആ ഒന്നും വിചാരിച്ചണ്ട. പിന്നെ എൻ്റെ പുതിയാപ്പിള ആദ്യം ഒഴിവാക്കിനെ ഇപ്പം എടുത്തില്ലേ, അതേപോലെ തന്നെ എന്താ ഓനക്കിപ്പം എന്താ രണ്ടാമതൊന്ന് കെട്ടണേന്? ഓനെയും കൊണ്ട് ഈ വീട്ടിൽ നമുക്ക് നിൽക്കണം, അതിനും വേണ്ടിയിട്ടാണ്. ഇവിടെയും വേണ്ട ഒരു ആൺതരി. പിന്നെ സത്താർ വെച്ച സ്നേഹമുള്ളവനാണ് ഓന്, അത്ര മോശമൊന്നുമല്ല. ഞാനൊക്കെ എന്തേ ഒരു പണി ഏൽപ്പിച്ചാലും ഓൻ നല്ല ഭംഗിയായി ചെയ്യണതാണ്. അന്ന് ഞാനാണ് ഓനെ അങ്ങോട്ട് പേടിക്ക് പറഞ്ഞയച്ചത്. ഉമ്മ, സത്താർക്ക് എന്നൊന്നും ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോരുന്നെ കാണുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കൂലേ? ഇനി തെറ്റിദ്ധരിച്ചാലും എന്താ, ഓനെക്കൊണ്ട് ഞാൻ കെട്ടിച്ചാണ് കൊടുക്കും. എന്തേ എനിക്ക്? ഉമ്മ, ഒരിക്കലും ചെയ്യാൻ പാടില്ല ഉമ്മ. എൻ്റെ ഈ പ്രസവം ഇത് അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ അടുത്തുള്ള പൈസ എൻ്റെ എടുക്ക്, ബാക്കി പണിയൊക്കെ ചെയ്യിപ്പിക്കട്ടെ. എന്താന്നില്ല, എന്നിട്ട് അവിടെ വെച്ചുകാണ്ട് ഓനെക്കൊണ്ട് എൻ്റെ കൗത്തിൽ ഞാൻ മഹർ അണിയിപ്പിക്കും, ഇജ്ജ് നോക്കിക്കോ.
എന്നിട്ട് അവിടെ സുഖസുന്ദരമായി ജീവിക്കണം. സൗദയുടെ ഉമ്മയുടെ നീചമായ ആ ഒരു സ്വഭാവത്തിൽ സൗദ ശരിക്കും പെട്ടുപോയി എന്ന് തന്നെ പറയാം. ഞാനായിട്ട് തന്നെയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്. ഉമ്മ അന്ന് വിളിച്ചപ്പോൾ അല്ലെങ്കിലും ഒരിതുണ്ടല്ലോ, ഭർത്താവ് അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. ഇനി ഉമ്മയും ഉപ്പയൊക്കെ ഇത്ര പറഞ്ഞാലും ഭർത്താവ് പറഞ്ഞാൽ അവർ വിളിച്ചെടുത്തേക്ക് പോകണം എന്നൊക്കെയല്ലേ. അന്ന് എന്നോട് നവാസ്ക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞു, സൗദ നീ പോലെട്ടോ, 2 ആഴ്ച കഴിഞ്ഞിട്ട് പ്രസവക്കൂട്ടിലാണ്, അപ്പം നിനക്ക് പോകാൻ. കേട്ടില്ല. അന്ന് എനിക്കും അഹങ്കാരമായിരുന്നു, ഞാൻ ഒരു അഹങ്കാരിയായിരുന്നു. ഇപ്പം എന്തായി? എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ സത്താർ അങ്ങോട്ട് വരുന്നു. എന്തോ ഉമ്മ? സത്താറെ മോനെ ഇരിക്കേ. എടി സൗദ, ഓനക്ക് ചായ കൊണ്ടേ കൊടുക്ക്. ഉമ്മ ഞാൻ കൊണ്ടേ കൊടുക്കൂല. എന്താടി ഓനക്ക് എന്താ ഒരു കുറവ്? എന്താ ഓനൊരു തണ്ടും തടിയൊക്കെ ഉള്ള ഉഷാറിലോ? ഇങ്ങോട്ട് വരുന്ന ആണുങ്ങളെ വേണ്ടിയത്, അല്ലാതെ പിണങ്ങി നിൽക്കുന്ന ആണുങ്ങളല്ല വേണ്ടിയത്. ചായ ഉണ്ടാക്കി കൊടുക്കടി. അവൻ ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു. എന്നാൽ ആ ഒരു സിഗരറ്റിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ തന്നെ ശരിക്കും അവൾക്ക് ഛർദ്ദിക്കാൻ വന്നു. ഉമ്മ ഞാൻ ഉണ്ടാക്കി കൊടുക്കൂല. ഉണ്ടാക്കി കൊടുക്കടി. എന്താ ഓനക്ക് എന്തായിട്ട് ഒരു കുറവേ ഉണ്ടാക്കി കൊടുക്ക്. ഉമ്മ നിർബന്ധിച്ചപ്പോൾ അവൾ അടുക്കളയിലേക്ക് പോയി ചായ ഉണ്ടാക്കി. ചായയുമായി അവളതാ കോലായിലേക്ക് ചെന്നു. എന്നാൽ ശരിക്കും അതാ തൊട്ടപ്പുറത്തുള്ള താത്ത ആ ഒരു കാഴ്ച വീണ്ടും കണ്ടു. ഗർഭിണിയായൊരു പെണ്ണ് സത്താറിന് ചായയുമായി വന്നപ്പോൾ അപ്പം സംഗതി ഇവിടെ വരെ എത്തിക്കണ്. ഇനി ഓളെ കെട്ടിക്കണമെന്നാവോ? മറ്റോനേതായാലും വരവൊന്നുമില്ലല്ലോ. ഇപ്പോഴത്തെ പുതിയാപ്പിളിനെ മാതിരി ചെന്നിരിക്കണോന്. ഓളാണെങ്കിൽ അവനക്ക് ചായ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണം കണ്ട്. എന്നാൽ ചായ കൊടുക്കുന്ന ആ രംഗം അവൾ കണ്ടപ്പോൾ തന്നെ ശരിക്കും ആ താത്ത റെജിനത്തയുടെ വീട്ടിലേക്ക് പോയി. പൊന്നാൻ്റെ റെജിന, നമ്മളെ കൺമുമ്പിൽ നടക്കണ എന്തെങ്കിലും അറിയണ്ടോ? എന്ത് താത്ത? അതേ അങ്ങോട്ട് നോക്ക്, സത്താർ അതുപോലെ സൗദൻ്റെ പെരി കിടന്ന് നിരങ്ങണ്. ഓനക്ക് ചായയും വെള്ളം ഉണ്ടാക്കി കൊടുക്കുക സൗദൻ്റെ പണി. അല്ലെങ്കിൽ ആ ഒരു പമ്പർന്നോളം അതിന് നിൽക്കണോ? ഒന്നുമില്ലെങ്കിൽ മറ്റോൻ്റെ കുട്ടിയല്ലോളെ പള്ളിയിലുള്ളത്. ആ ഒരു ഇതും കൂടി ഇല്ലാതെ ശരിക്കും റജിനത്താക്ക് അത് കേട്ടപ്പോൾ ടെൻഷനായി. റബ്ബേ, പഠിച്ചവനെ വേണ്ടാത്ത പണിക്ക് നിന്നതാണ്. എന്തൊക്കെ ഇനിയിപ്പോൾ എത്ര അല്ല നവാസിൻ്റെ കുട്ടിയല്ലേ. അത് വല്ലാത്തൊരു പുതുമായിപ്പോയി. സത്താറ് എന്തിനു വേണ്ടിയിട്ടാണ് ഓനെന്നെ എല്ലാ മയക്കുമരുന്നും അതൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. റബ്ബേ എനിക്ക് വയ്യ. എന്നാൽ പൊന്നാര താത്ത, നിങ്ങളെല്ലാവരോടും പറഞ്ഞ് നടക്കണ്ട. ഞാൻ ആരോടും പറഞ്ഞെടുക്കണില്ല. ഞാൻ എൻ്റെ ഏട്ടത്തിൻ്റെ മരോളില്ലേന്ന് കരുതിയിട്ടാണ് ഇവിടെ വന്ന് പറഞ്ഞത്. വല്ലാതൊന്നും ഞാൻ എവിടെയും പറഞ്ഞ് നടക്കൂല. പൊന്നാര താത്ത ഒന്നും പറഞ്ഞ് നടക്കല്ലേ. എന്നാൽ സൗദിയുടെ അടുത്തുനിന്ന് 2 പ്രാവശ്യമായിട്ട് അയാളെ കണ്ടപ്പോൾ ശരിക്കും ആ താത്ത അതൊന്ന് പുറത്ത് ചാടിക്കുന്ന തന്നെ വിചാരിക്കുകയാണ്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ആർക്കറിയാം. ഒന്നുമില്ല, പള്ളിയുള്ള പെണ്ണല്ലേ. ഓനവിടെ നീച്ച് കൊയങ്ങി വന്നപ്പോൾ ഓനക്കുള്ള ചായ ഏറ്റ് നിൽക്കണ്. ഏതായാലും വല്ലാത്തൊരു പുതുമ തന്നെയാണ് ഇത്. എന്നാൽ പാവം സൗദ ഇതൊന്നും അറിയുന്നില്ല. സൗദക്കാണെങ്കിൽ ഉമ്മയെ കണ്ണ് വെട്ടിച്ചൊന്നും ചെയ്യാനും കഴിയണില്ല. ഒരു നിമിഷം അവൾ വിചാരിച്ചു പോയി, റബ്ബേ പുത്തൻ വീട് തറവാട്ട് കണ്ട് ഇറങ്ങിപ്പോയാലോന്ന്. കാരണം എന്നാൽ സത്താർ അപ്പോഴേക്കും, സൗദ മോളെ പ്രസവത്തിന് ഡേറ്റായില്ലേ, ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ, ഞാനുണ്ട് നിൻ്റെ കൂടെ എല്ലാത്തിനും. എന്താ, എനിക്ക് 3 മക്കളുണ്ട്, ഇതും കൂടി ആകുമ്പോൾ 4 ആവും. അതേ ഉള്ളൂ, ഒരു കുട്ടി ഏറിയരച്ച് കണ്ടും എനിക്ക് യാതൊരു കുഴപ്പമില്ല. സൗദ മോളെ, നിന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. നിന്നെ മാത്രം. എൻ്റെ മനസ്സിൽ ഒരുപാട് ഞാൻ കരുതിയതായിരുന്നു. പക്ഷെ നിനക്ക് എന്നെ പറ്റിയില്ല അല്ലേ. നീ എന്നെ അങ്ങ് തട്ടിക്കളഞ്ഞു. ഞാൻ നിൻ്റെ പിന്നാലെ എത്ര നടന്നിട്ടുണ്ട്. അതെ, എനിക്ക് ഒന്ന് തന്നൂടായിരുന്നോ? ഞാൻ ഇത്ര ആഗ്രഹിച്ചാണ്. എൻ്റെ തള്ളനോട് എത്രയും പറഞ്ഞു, ഇപ്പം എൻ്റെ തള്ളക്ക് എന്നെ വേണം. ഇപ്പം എൻ്റെ തള്ള എന്നെ വിളിച്ചുകൊണ്ടുവരണം, സത്താറെ ഒന്നും ഇങ്ങോട്ട് വരുമോ വീട്ടിലേക്ക് കാവലിക്കാൻ. അങ്ങനെ പറയണത്. ഒരു പേടിയും പേടിക്കണ്ട. ഹോസ്പിറ്റലിലേക്കൊക്കെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് കേട്ടോ. ഒന്നും നീ വിചാരിക്കണ്ട. ഒരു കാര്യത്തിനും നീ ടെൻഷൻ അടിക്കണ്ട. നിനക്ക് എന്താ വേണ്ടത്? പൂതിയുള്ളതൊക്കെ പറഞ്ഞോ, ഞാൻ കൊണ്ടുവന്ന് തരാം. സത്താർക്ക പ്ലീസ്, എനിക്കൊന്നും വേണ്ട. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്ത് പ്രശ്നം മോളെ, നീ ഒന്നും കൊണ്ട് വിചാരിക്കേണ്ട. ഒന്നും ടെൻഷൻ ആവേണ്ട വേണ്ട. ഈ കൈകൾ ഉണ്ടാകുമ്പോഴേ നീ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലായല്ലോ? പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു. കേട്ടില്ലടി, അങ്ങനെയാണ് ആണത്തുള്ള ആണുങ്ങൾ. അങ്ങനെ വേണ്ടിയത്. അല്ലാതെ തിരിഞ്ഞു നോക്കാത്ത ഓരോ ചെറ്റുകളെ കുടുംബത്തേക്ക് പിടിച്ച് കയറ്റിയിട്ട് ഇപ്പം പിന്നെ
കാണത്തുള്ള ഇങ്ങനത്തെ ആണുങ്ങളെ തന്നെയാണ് ആവശ്യം. കുഞ്ഞിക്കജാത്ത അന്നേ ഞങ്ങളോട് പറഞ്ഞതല്ലേ, പക്ഷെ നിങ്ങൾക്ക് എന്നെ പറ്റിയില്ലല്ലോ. എന്നാൽ സൗദ പറഞ്ഞു, വേണ്ട, ഒരിക്കൽ പോലും അത് വേണ്ട, നടക്കൂല. സത്തർക്ക നിങ്ങളെ ഭാര്യയും മക്കളും അവിടെ ഉണ്ട് കേട്ടോ, അവരിതൊക്കെ അറിഞ്ഞാൽ പ്രശ്നമായി തീരും. എൻ്റെ ഹസ്ബൻഡ് ഇതറിഞ്ഞാൽ പ്രശ്നമായി തീരും, എൻ്റെ ഹസ്ബൻഡൊക്കെ. ഓഹോ, ഏതാണ് എൻ്റെ ഹസ്ബൻഡ്? ആ പുത്തൻ വീട് തറവാട്ടിലെ സന്തതിയോ? കുറച്ച് പണം ഉണ്ടെന്ന് കരുതിയിട്ടേ സത്താറയിലൊന്നും വീഴൂല. എന്താ അതെ, അവിടെ എന്ന് വെച്ചാലേ അവിടുത്തെ ഉമ്മയുടെ വാക്ക് കേട്ട് അനുസരിച്ച് നിൽക്കണവരാണ്. ഇവിടെ വെച്ചാൽ അങ്ങനല്ല, ഇവിടെ എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഇഷ്ടം നടക്കണം. അതെ, ഞാൻ ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം കിട്ടിയാലും നാലെണ്ണം കിട്ടില്ല, ഇവിടെ ആരെന്നെ ചോദിക്കാനും പറയാനും ഇല്ല. അത് അതിനൊക്കെയുള്ള കപ്പാസിറ്റി സത്താറിനുണ്ട്. കട്ട് കൊണ്ടുവന്നിട്ടാണെങ്കിലും ഞാൻ തീറ്റിപ്പോറ്റും എൻ്റെ പെണ്ണുങ്ങളെയും എൻ്റെ മക്കളെയൊക്കെ. ഒരു കുട്ടിയല്ലേ എനിക്ക് ഏറുള്ളൂ, ഒരു കുഴപ്പമില്ല, എനിക്ക് നിന്നെ കിട്ടിയാൽ മാത്രം മതി. നീയാണ് എൻ്റെ സ്വപ്നം. നിൻ്റെ കുഞ്ഞിക്കതിയാത്താൾക്ക് ഇപ്പോഴെങ്കിലും ഒരു ഓർമ്മ വെച്ചല്ലോ. ഇത് കുറച്ച് മുമ്പേ തോന്നിയിരുന്നെങ്കിലേ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒരു സിഗരറ്റ് എടുത്ത് വീണ്ടും കൊളുത്തി. ശക്തമായി ആ ഒരു പുക അവളുടെ മുഖത്തേക്ക് തന്നെ വിട്ടു. എന്താടി, സിഗരറ്റിൻ്റെ മണവും പുകയൊന്നും നിനക്ക് ഇഷ്ടമല്ല, നിനക്ക് ശീലമായിട്ടില്ല. പക്ഷേ ഇനി നീ അതൊക്കെ ശീലാകാൻ പോവാണ് കേട്ടോ. മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. ഓക്കെ, എൻ്റെ പൊന്നാര കുഞ്ഞിക്കതിയാത്ത, ഈ പണി നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്തുകൂടായിരുന്നോ? സാരല്ല, ഒക്കെ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എല്ലാത്തിനും. പക്ഷേ ഇടയ്ക്കിടെ നിങ്ങളടുത്തുനിന്ന് ആ ഒരു തുക എനിക്കിങ്ങനെ കിട്ടിയാൽ മതി, എന്നാലും വലിയ റാഹത്താണ്. ഓക്കെ. അങ്ങനെ അതാ സത്താറ് സൗദിയുടെ നേരെ വരുന്നു. അവൾ പേടിച്ച് പിന്നോട്ട് മാറി നിൽക്കുന്നു. എന്താ മോളെ, പേടിയാണോ? പേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. സത്താർക്കാർ നിനക്ക് പണ്ടേ പരിചയമുള്ളതല്ലേ. ഞാനൊന്നും ചെയ്യില്ല, എന്നോട് നല്ല രീതിയിൽ നിന്നാൽ മാത്രം മതി. എന്താ, പറ്റൂലേ? ദയവായി എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരരുത്, ദയവായി. എന്നാൽ അതൊന്നും സത്താറ് ശ്രദ്ധിച്ചില്ല. അവൻ വാതിൽ തള്ളി തുറന്നും കൊണ്ട് അകത്തേക്ക് കയറി. എന്നാൽ കുഞ്ഞിക്കതിയ ഉമ്മ അത് കണ്ട് ചിരിച്ചു. എന്താടി ഓനെത്ര പേടി എനിക്ക്? എൻ്റെ മാപ്പിളിനേക്കാൾ എത്രയോ നല്ലതാണ് ഓന്. അത് എൻ്റെ ഉമ്മ ഇത്രക്കും നീചയായ സ്ത്രീയാണെന്നുള്ളത് അവൾക്ക് ആ നിമിഷം മനസ്സിലായി. അവൾ ഭയന്ന് നിലവിളിച്ചു. എന്തായിത്തീരും സൗദിയുടെ ജീവിതം? ഇൻഷാ അല്ലാ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശബ്ദത്തിലൊക്കെ നല്ല മാറ്റം എല്ലാവരും ക്ഷമിക്കണം. അതുപോലെ തന്നെ ചെറിയൊരു പനി, തലവേദന, തൊണ്ടവേദന അതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ടയേർഡാണ്. അപ്പോൾ ഇൻഷാ അല്ലാ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല, എൻ്റെ അനിയത്തി ഹോസ്പിറ്റലിലാണെന്നുള്ളത്. ഞാൻ അവളുടെ അടുത്തേക്ക് രാവിലെ പോയിട്ട് ഈവനിങ് തിരിച്ചെത്തും. ഇന്നും ഇൻഷാ അല്ലാ പോകണമെന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ്. ശരിക്കും കറക്റ്റ് സുഖമായിട്ടില്ല. ഇൻഷാ അല്ലാ എല്ലാവരും ദുആ ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.